Hi students, welcome back to Social Science Classroom. Today, let us start new chapter, 11th chapter, Individual and Society. Are you okay? Individual and Society. വ്യക്തിയും സമൂഹവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ചാപ്റ്ററിൻ്റെ പ്രിഫേസ് ആയിട്ട് ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് വായിച്ച് നോക്കാം. Mother, wake up as usual. I brushed my teeth, washed face and sat with my brother to study. അമ്മ സാധാരണ പോലെ തന്നെ എണീറ്റു. ഞാൻ എണീറ്റു, ബ്രഷ് ചെയ്തു, മുഖം കഴുകി ബ്രദറിൻ്റെ കൂടെ പഠിക്കാനിരുന്നു. The milkman arrived by then. Mother prepared tea for us. The newspaper man came and I read the newspaper sitting near my father. പാൽക്കാരൻ വന്നു. അതിനുശേഷം അമ്മ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നു. പത്രക്കാരൻ വന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്ന് പത്രം വായിച്ചു. By the time I got ready for school, grandmother had set food at the table. സ്കൂളിൽ പോകാനായപ്പോഴേക്കും ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? ഫുഡ് തയ്യാറാക്കി ടേബിളിൽ എത്തിച്ചു. We all had breakfast together. Soon my friends Rama and Aisha came. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉടൻ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആയിഷയും രമയും വന്നു. I took my bag and rushed out to join them. ഞാൻ എൻ്റെ ബാഗ് എടുത്ത് അവരുടെ കൂടെ പോയി. While walking to school, I stepped back to give way to a vehicle. സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരനക്കം ബാക്കോട്ട് നിന്നു. I tripped over the stone lying on the road. അവിടെയുള്ള ഒരു കല്ലിൽ തട്ടിയിട്ട് ഞാൻ ആ റോട്ടിൽ വീണു. ഐഷ let out a loud cry. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ആയിഷ ഉറക്കെ കരഞ്ഞു. Someone came and took me to the nearby hospital. കുറച്ച് ആളുകൾ ഓടിക്കൂടുകയും എന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. The doctor dressed up the wound. We took rest for a while, then went to school. ഡോക്ടറിൻ്റെ മുറി മരുന്ന് വെച്ച് കെട്ടി. കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. When we reached in the class, our friends gathered around me and asked what happened. സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളെല്ലാം എൻ്റെ ചുറ്റും കൂടി നിന്നിട്ട് എന്ത് സംഭവിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. It was Rama who replied to everyone. എൻ്റെ ഫ്രണ്ട് രമയാണ് എല്ലാവർക്കും അത് വിവരിച്ചു കൊടുത്തത്. The bell rang. In the first period, Shilpa teacher taught us English. ബെല്ലടിച്ചു. ഒന്നാമത്തെ പീരീഡ് ശില്പ ടീച്ചർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സാണ് എടുത്തത്. ഹൗ ഇൻട്രസ്റ്റിംഗ് ഹെർ ക്ലാസ്സസ്. അവരുടെ ക്ലാസ് എത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. സൂൺ ഐ ഫോർഗോട്ട് ദ പെയിൻ ഇൻ മൈ വൗണ്ടഡ് നീ. ആ ക്ലാസ് കേട്ടതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മുട്ടുകാലിൽ മുറിവിൻ്റെ വേദന മറന്നുപോയി. ഓക്കെ, ഒരു ഡയറി കുറിപ്പാണ്. എന്താണ്, ആരുടേതാണ്? ദിസ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് മിയ. മിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറി എൻട്രിയാണിത്. എ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. We have seen how many different people Mia had to depend on for different needs in the morning. ഒരു പ്രഭാതത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര ആളുകളെയാണ് മിയക്ക് ആശ്രയിക്കേണ്ടി വന്നത് അല്ലേ? അത് നോക്കിയാൽ അറിയാം അല്ലേ? പിന്നെ ചായ ഉണ്ടാക്കി കൊടുത്തത് അമ്മയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തത് ഗ്രാൻഡ് മദറാണ്, ദെൻ പത്രക്കാരനാണ് പത്രം കൊണ്ടുവന്ന് കൊടുത്തത്, മിൽക്ക് മാനാണ് പാല് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ റോട്ടിൽ വീണപ്പോൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെയുള്ള ആളുകളാണ്. കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തത് ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ടീച്ചറാണ്. ഇങ്ങനെ പല ആളുകളുണ്ട് അല്ലേ?
How many different peoples may have depend on different needs in the morning? How many people do you interact with during the course of day? Who are they? ഓരോ ദിവസവും നമ്മൾ രാവിലെ എത്ര ആളുകളെ ആശ്രയിക്കുന്നുണ്ട്? ആരൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഉമ്മയെ ആശ്രയിക്കുന്നുണ്ട്, അനിയന്മാരെ, അനിയത്തിമാരെ, ഏട്ടത്തിമാരൊക്കെ ആശ്രയിക്കുന്നുണ്ട്, ഉപ്പയെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ, പത്രക്കാരനെയും എല്ലാവരും നമ്മളിതുപോലെ ആശ്രയിക്കുന്നുണ്ട്. How important your father, mother, sibling, neighbors, teachers and friends are in your life. Many persons are related to our life. നമ്മുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ പല ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ കംഫർട്ട് ഓഫ് ബീങ് ടുഗദർ. ഒരുമിച്ചിരിക്കുമ്പോഴുള്ള സൗകര്യം എന്താണ്? നോക്കുക, നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുക. സെൻട്രലിരിക്കുന്ന ആ കുട്ടി എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കുട്ടിക്ക് മുകളിൽ അച്ഛനമ്മയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, താഴെ കടക്കാരനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അസുഖം വന്ന ഡോക്ടറായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം, അതുപോലെ ടീച്ചറായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം, അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, നൈബേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല ആളുകളുമായിട്ടും ഒരു കുട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടിയെന്ന് മാത്രമല്ല, എല്ലാവരും ഇതേപോലെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Observe the above pictures that from a verb and identify the situation through which social relationships are created. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് എങ്ങനെയാണ് സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയാനും അല്ലേ. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് എന്താണ്? പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് അതവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ടീച്ചർ എന്താണ്? സ്റ്റഡി വിത്ത് ടീച്ചറാണ് അങ്ങനെയല്ലേ. ദെൻ ഡോക്ടർ എന്താണ്? ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡോക്ടർ അല്ലേ. അതുപോലെ കെയർ വിത്ത് പേരൻസ്. അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ പോയിന്റുകളായിട്ട് എഴുതേണ്ടത്. An individual being to depend on others right from the time of birth. ഒരു വ്യക്തി ജനന സമയം തൊട്ട് തന്നെ മറ്റുള്ളവരുമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി, നൈബേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വികസനത്തിൽ പേരൻസും അയൽവാസികളും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. It is from the society that we internalize language, dress code, manners and culture. സമൂഹത്തിൽ നിന്നാണ് നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കുന്നത്? നമ്മൾ ഭാഷ പഠിക്കുന്നത്, ഡ്രസ് കോഡ് പഠിക്കുന്നത്, മാനേഴ്സ് പഠിക്കുന്നത്, സംസ്കാരം പഠിക്കുന്നതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്. ആൻ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. സൊസൈറ്റി ഈസ് എ ലാർജ് ഗ്രൂപ്പ് വേർ സച്ച് എ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. സമൂഹം എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടമാണ്, അതിൽ അത്തരത്തിലുള്ള പല ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട്. സൊസൈറ്റി ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിസ്റ്റൻസ്. ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെയും വികസനത്തിൻ്റെയും ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? സമൂഹമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? സമൂഹത്തിൽ നിന്നാണ്. സമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഫാമിലി സമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ നൈബേഴ്സ് സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഇവരൊക്കെ അല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരിൽ നിന്നെല്ലാം കൂടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. ഓക്കെ, എ സൊസൈറ്റി ഈസ് എ ലാർജർ ഗ്രൂപ്പ് വിച്ച് എനി ഇൻഡിവിജ്വൽ ബിലോങ്സ്. ഒരു വ്യക്തി നിലകൊള്ളുന്ന വലിയൊരു സമൂഹമാണ്, ഒരു കൂട്ടമാണ്, ഒരു ഗ്രൂപ്പാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ഇഫ് ഐസൊലേറ്റഡ്, ഇനി സമൂഹമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലോ? നമ്മൾ ജനിച്ചത് മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നോക്കി കാണാനോ പഠിക്കാനോ പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ജനിച്ചത് തൊട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ? നോക്കാം. ക്യാൻ യു ഇമാജിൻ എ ചൈൽഡ് ലിവിങ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ ബീങ്?
മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? വാട്ട് വുഡ് ബി ദ പ്ലൈറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ സച്ച് സിറ്റുവേഷൻ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വളരുന്ന ഒരു കുട്ടിയുടെ ദയനീയ അവസ്ഥ എന്തായിരിക്കും? ലെറ്റ് us റീഡ് ദ സ്റ്റോറി ഓഫ് വിക്ടർ. നമുക്ക് വിക്ടർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറി വായിച്ച് നോക്കാം. ഓക്കെ, വിക്ടറിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നോക്കാം. എ ഫ്യൂ ഹണ്ട്സ്മെൻ ഫൗണ്ട് എ സ്ട്രേഞ്ച് ക്രിയേച്ചർ among the wolves while hunting in the forest near the village of Aveyron in France. ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ കുറച്ച് വേട്ടക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ട്രേഞ്ച് ക്രിയേച്ചറിനെ കാണുന്നത്, അല്ലേ? സാധാരണ കാണാത്ത രൂപത്തിലുള്ള ഒരു സൃഷ്ടി ഇതിനിടയിലാണ് ചെന്നായ്ക്കൂട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്, അല്ലേ? അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ജീവി, അതാണ് സ്ട്രേഞ്ച് ക്രിയേച്ചർ എന്ന് കാണുന്നത്. ദ സൈറ്റ് അറൗസ്ഡ് ദെയർ ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി, അല്ലേ? അവരുടെ കാഴ്ച നോട്ടം തന്നെ എന്തായിരുന്നു? ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ദേ ഫയർഡ് അറ്റ് ദ വോൾവ്സ് ആൻഡ് ഡ്രോവ് ദം അവേ. അവരെ ചെന്നായ്ക്കൂട്ടങ്ങൾക്ക് നേരെ ഫയർ ചെയ്യുകയും അവയെ ആട്ടി ഓടിക്കുകയും ചെയ്തു. ദെൻ ദേ ചേസ്ഡ് ദ ക്രിയേച്ചർ ആൻഡ് ട്രാപ്ഡ് ഇറ്റ്. അതിനുശേഷം ആ രൂപത്തെ അവർ ട്രാപ്പ് ചെയ്യുകയും അവരെ ചേസ് ചെയ്യുകയും അതിൻ്റെ ഓടിയിട്ട് അതിനെ പിടിക്കുകയും ചെയ്തു. ഇറ്റ് ഹാഡ് എ ഹ്യൂമൻ ഫോം. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ആ സ്ട്രേഞ്ച് ക്രിയേച്ചർ എന്താണ്? എ ഹ്യൂമൻ ഫോം, ഒരു മനുഷ്യരൂപമുള്ളതാണ് ആ ക്രിയേച്ചർ. ഹൗഎവർ ഇറ്റ് റാൻ ഫാസ്റ്റ് യൂസിങ് ബോത്ത് ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. മനുഷ്യരൂപമുള്ളതാണ്, പക്ഷെ അത് ഓടുന്നത് എങ്ങനെയാണ്? കൈയും കാലും കുത്തിയിട്ടാണ് അത് ഓടുന്നത്, അല്ലേ? മൃഗങ്ങൾ ഓടുന്ന പോലെയാണ് അത് ഓടുന്നത്. മനുഷ്യരൂപമുള്ളതാണ്, പക്ഷെ കാലിൽ മാത്രമല്ല നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത്, കൈയും കാലും കുത്തിയിട്ട് ആണ് ഓടുന്നത്. വിത്ത് മച്ച് എഫേർട്ട് ദേ ടൂക്ക് ദ ഗ്രോളിങ് ആൻഡ് സ്ക്രാച്ചിങ് ആൻഡ് ബിറ്റിംഗ് ക്രിയേച്ചർ വിത്ത് ദം, അല്ലേ? അവരതിനെ പിടിച്ചപ്പോൾ അത് മുരളാൻ തുടങ്ങി, അതുപോലെ തന്നെ മാന്താൻ തുടങ്ങി, അങ്ങനെയൊക്കെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്തു. ഇറ്റ് വാസ് എ ഹ്യൂമൻ ചൈൽഡ്. പിന്നീട് അവർ മനസ്സിലാക്കി ഇതൊരു മനുഷ്യക്കുട്ടിയാണ്. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക്. പക്ഷെ ആ കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല. ഡ്രസ്സ്, അതിന് വസ്ത്രം ധരിക്കാൻ അറിയില്ല. ഈറ്റ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്, മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കാൻ അറിയില്ല. ഹി പൊസസ്ഡ് നോ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആ കുട്ടിക്ക് മനുഷ്യൻ്റെ യാതൊരുവിധ സ്വഭാവവുമില്ല, അല്ലേ? അപ്പോൾ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ട് വളർന്ന ഒരു മനുഷ്യക്കുട്ടിയായിരുന്നു ആ സ്ട്രേഞ്ച് ക്രിയേച്ചറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ലേറ്റർ ദ ചൈൽഡ് വാസ് ടേക്കൻ ടു പാരീസ് ഫോർ ഫർദർ റിസർച്ച്. ജീൻ മാർക്ക് ഇറ്റാർഡ്, എ ഡോക്ടർ ദെയർ, അഡോപ്റ്റഡ് ഹിം. പിന്നീട് ആ കുട്ടിയെ പാരീസിലേക്ക് കൂടുതൽ ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയി ഒരു ഡോക്ടറുടെ അടുത്ത് അഡ്മിറ്റ് ചെയ്തു. The doctor and the nurse who assisted him named the child Victor. ഡോക്ടറും നേഴ്സും ആ കുട്ടിയെ സഹായിക്കുകയും ആ കുട്ടിക്ക് വിക്ടർ എന്നുള്ള പേരിടുകയും ചെയ്തു. They found that he was 12 years old. അവർ കണ്ടെത്തി എന്താണ്? ആ കുട്ടിക്ക് 12 വയസ്സായിട്ടുണ്ട്. They trained Victor to speak, eat and dress like a normal human child. അവർ ആ കുട്ടിയെ മനുഷ്യന്മാരെ പോലെ സംസാരിക്കാനും വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പഠിപ്പിച്ചു. ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ വിക്ടർ ടു ലേൺ ഓൾ ദിസ്. കുട്ടിക്ക് അതെല്ലാം തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു. ഹി ടയർഡ് ടു സ്കറ്റർ ദ ഫുഡ് ആൻഡ് ലാപ്പ് ഇറ്റ് അപ്പ് ലൈക്ക് ഡോഗ്സ്. ഹി ട്രൈ ടു സ്കറ്റർ ദ ഫുഡ് ആൻഡ് ലാപ്പ് ഇറ്റ് അപ്പ് ലൈക്ക് ഡോഗ്. അവനെന്താണ് ചെയ്യുന്നത്? ഭക്ഷണമൊക്കെ പരത്തിയിട്ട് നാഴയെ പോലെ അത് കഴിക്കാനാണ് ശ്രമിക്കുന്നത്. ഹി ഡിഡൻറ്റ് യൂസ് ദ ബെഡ് ആൻഡ് ബ്ലാങ്കറ്റ് ഇൻ ദ റൂം. ബെഡോ ബ്ലാങ്കറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ബട്ട് പ്രിഫർ ടു സ്ലീപ്പ് ഇൻ കോർണർ. റൂമിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കാനാണ് അവന് തിരഞ്ഞെടുത്തത്. ഇറ്റ് വാസ് ആഫ്റ്റർ ലോങ് ഡേയ്സ് ഓഫ് ട്രെയിനിങ് ദാറ്റ് ഹീ ഗുഡ് ആഫ്റ്റർ എ ഫ്യൂ വേർഡ്സ്. കുറേ ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് ചെറിയ വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ തുടങ്ങിയത്. The behavioral pattern, customs and norms of the human society were unknown to him. മനുഷ്യന്മാരുടെ പെരുമാറ്റ രീതി, ആചാരം അതൊന്നും തന്നെ അവൻ അറിയില്ലായിരുന്നു. He couldn't assimilate the things that an individual learns
ഫ്രം ദ സൊസൈറ്റി. ഒരു മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന ഗുണഗണങ്ങളൊന്നും അവനില്ലായിരുന്നു. സാഡ്ലി ഹി ഗുഡ് നോട്ട് സർവൈവ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. അവന് മനുഷ്യരോടൊപ്പം സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അല്ലേ? അപ്പോൾ മനുഷ്യനിൽ നിന്ന് കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ വസ്ത്രം ധരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതുമൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. Then the life of Kamala and Amala, two girls found living with the animals in Midnapur village of Bengal in 1920, was also similar to that of Victor. അല്ലേ? 1920 ബംഗാളിലെ മിഡ്നാപ്പൂർ വില്ലേജിൽ മൃഗങ്ങളെ കൂടെ താമസിച്ചിരുന്ന കമല അതുപോലെ അമല എന്നീ രണ്ട് കുട്ടികളുടെയും അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. The condition of Anna, who had been detained in the dark attic of house in the America, was not different from this. അമേരിക്കയിലെ ഒരു മച്ചിൻപുറത്ത് താമസിച്ചിരുന്ന അന്ന എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരുന്നു. She was not even able to walk or talk like a normal child when she was released at the age of 6 from the lonely detention in 1938. 1938 ആ ഒറ്റപ്പെട്ട വാസത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നത് വരെ അവർക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. The children didn't exhibit any sign of normal intelligence. ഇത്തരം കുട്ടികളൊന്നും ഒരു സാധാരണ ബുദ്ധി അവരെ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വായത്തമാക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. We have realized that an individual can neither be a social being nor learn the behavior or language of a society. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സാമൂഹിക ജീവി അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൻ്റെ പെരുമാറ്റമോ അതേപോലെ തന്നെ ഭാഷയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് ബ്രോട്ട് അപ്പ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ലഭിക്കേണ്ട പല വിവരങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല. വാട്ട് വുഡ് ബി ദ നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ദ ആബ്സെൻറ്റ് ഓഫ് social environment? What would be the nature of development of an individual in the absence of social environment? എന്തായിരിക്കും ഒരു വ്യക്തിയുടെ വികസനം ആബ്സെൻസ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്? സാമൂഹിക പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? പ്രിപ്പയർ എ നോട്ട് ബേസ്ഡ് ഓൺ ദ ഗ്രൂപ്പ് ഡിസ്കഷൻ. യൂസ് ദ ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ഒരു നോട്ട് തയ്യാറാക്കാൻ. എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. സമൂഹവുമായി ഇടപെടുന്നില്ലെങ്കിൽ ഒരു കുട്ടിയുടെ ശാരീരികമായ വികസനം എങ്ങനെയായിരിക്കും? ദെൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായ വികസനം എങ്ങനെയായിരിക്കും? ബിഹേവിയറൽ പാറ്റേൺ, പെരുമാറ്റത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാം. അഥവാ ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെ ഐസൊലേറ്റഡ് ആയിട്ട് കഴിയുന്ന ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ബിഹേവിയറൽ പാറ്റേൺ എന്തായിരിക്കും? ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടക്കാൻ പഠിക്കുന്നത്, സംസാരിക്കാൻ പഠിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നത്, ഡ്രസ്സ് ഇടാൻ പഠിക്കുന്നത് ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ്. ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. കമ്മ്യൂണിറ്റിയും അസോസിയേഷനും അല്ലേ, സമൂഹവും സംഘടനയും നോക്കാം നമുക്ക്. Human beings are related not only society but also several groups. Which are groups you interact with? സമൂഹവുമായി മാത്രമല്ല വേറെ പല ഗ്രൂപ്പുകളുമായിട്ടും ഒരു വ്യക്തി ഇടപെടുന്നുണ്ട് അല്ലേ. ഉദാഹരണം ക്ലബ്ബ്, പിന്നെന്താണ് ഫാമിലി, ഫ്രണ്ട്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ കുറേ മറ്റു ഗ്രൂപ്പുകളുമായിട്ട് ഇടപെടുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഓരോ സമൂഹത്തിലും വ്യത്യസ്ത ഗ്രൂപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സംഘടനകളും അസോസിയേഷനും ഒക്കെ സൊസൈറ്റിയുടെ ഭാഗമാണ്. Then let's read about community.
Community is a group of people living in a definite locality with the feeling of oneness. ഒരു പ്രത്യേക പ്രദേശത്തെ വണ്ണസ് ഫീലിങ്ങോട് കൂടി, നമ്മൾ എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടി ജീവിക്കുന്ന ആളുകളാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനറ്റ് ലൊക്കാലിറ്റി, അവരൊരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഓർഗനൈസ്ഡ് ഇൻട്രാക്ഷൻസ്, അവർ പരസ്പരം സംഘടിതമായിട്ടാണ് ഇടപെടുന്നത്. ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അടുത്ത സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് കോമൺ കൾച്ചറൽ വാല്യൂസ്, അവർക്കെല്ലാവർക്കും പൊതുവായ ചില സാംസ്കാരിക ഗുണങ്ങളുണ്ട്. ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. അതൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ പൊതുവായ സവിശേഷതകൾ. ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന പ്രത്യേക സ്വഭാവവിശേഷണങ്ങളുള്ള പരസ്പരം അടുത്ത ബന്ധങ്ങൾ നിലനിർത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്പയർഡ് ടു സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഈസ് എ സ്മോളർ യൂണിറ്റ്. സൊസൈറ്റിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനകത്തെ ഒരു ചെറിയ വിഭാഗമാണ്. ദെൻ however the relationship among the members of community is more intense than the society. ഒരു സൊസൈറ്റിയിലെ ആളുകൾ തമ്മിലുള്ള അടുപ്പത്തേക്കാൾ കൂടുതലാണ് ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകളുടെ അടുപ്പം, അല്ലേ? ഇപ്പം നമ്മുടെ ആ ഒരു ഇപ്പം നിങ്ങളുടെ വീട് നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടിലുള്ള ആളുകൾ, നിങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെയുള്ള ആളുകൾ തമ്മിൽ നിങ്ങൾക്കൊരു പ്രത്യേക അടുപ്പമുണ്ട്. എവിടുന്ന് കണ്ടാലും നിങ്ങൾ ഇത് എൻ്റെ നാട്ടുകാരനാണ്, അല്ലേ? എന്നാൽ അതേ സമയത്ത് നമ്മുടെ മൊത്തത്തിൽ നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ലയ്ക്കകത്തൊക്കെ നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ സൊസൈറ്റി കുറച്ചും കൂടെ വൈഡാണ്, അതിനകത്ത് കുറച്ചും കൂടെ ചെറുതാണ് എന്ത്, കമ്മ്യൂണിറ്റി. എന്നാൽ റിലേഷൻഷിപ്പ് നോക്കിയാലോ, സൊസൈറ്റിയിൽ ആളുകളുള്ള റിലേഷൻഷിപ്പുമായേക്കാൾ കുറച്ചും കൂടെ ക്ലോസറാണ് എന്ത്, ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ്. ദ കമ്മ്യൂണിറ്റി ഹാസ് എ ക്രൂഷ്യൽ റോൾ in molding an individual into social being. Community has a crucial role in molding individual into a social being. ഒരു വ്യക്തിയെ സാമൂഹിക ജീവിയാക്കി മാറ്റുന്നതിൽ കമ്മ്യൂണിറ്റിക്ക് വലിയ പങ്കുണ്ട്. Then what could be the reasons of considering the people residing in the same village as a community? വാട്ട് കുഡ് ബി ദ റീസൺ, എന്തൊക്കെയാണ് കാരണങ്ങൾ, ഫോർ കൺസിഡറിങ്, പരിഗണിക്കുന്നതിൽ, ദ പീപ്പിൾ, ജനങ്ങളെ, റിസൈഡിങ്, അവർ താമസിക്കുന്നു, ഇൻ ദ സെയിം വില്ലേജ്, ഒരേ ഗ്രാമത്തിൽ, ആസ് എ കമ്മ്യൂണിറ്റി, അവരെ സമൂഹമായി പരിഗണിക്കുന്നതിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫീലിംഗ് ഓഫ് വൺനെസ്, അവർക്ക് ഒന്നാണ്, ഒരു ഗ്രാമത്തിലുള്ളവർക്ക് ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, കോമൺ കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസ് അല്ലെങ്കിൽ മോർ ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ദ നെക്സ്റ്റ്, അസോസിയേഷൻ, സംഘടനകൾ. എന്താണ്? യു ഹാവ് മെനി ക്ലബ് ഫങ്ഷനിങ് ഇൻ യുവർ സ്കൂൾ. ലിസ്റ്റ് ദം ഔട്ട് എലോങ് വിത്ത് ദർ ഒബ്ജക്റ്റീവ്സ്. നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അല്ലേ? ആ ക്ലബ്ബുകളൊക്കെ ഓരോന്നതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ലിസ്റ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? വിദ്യാരംഗം, അതെന്തിനുള്ളതാണ്? ടു പ്രൊമോട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അതുപോലെ വേറെയും ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അല്ലേ? ഇപ്പോൾ എൻവിയോൺമെൻറ്റ് ക്ലബ്ബുകളുണ്ട്, അല്ലേ? പരിസ്ഥിതി ക്ലബ്ബ് നമ്മുടെ സ്കൂളിലൊക്കെ ഇല്ലേ, പരിസ്ഥിതി ക്ലബ്ബ്, എൻവിയോൺമെൻറ്റ് ക്ലബ്ബ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ടു അവെയർ ദ സ്റ്റുഡൻസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. അതുപോലെ സയൻസ് ക്ലബ്ബുണ്ട്, മാത്സ് ക്ലബ്ബുണ്ട്, ലാംഗ്വേജ് ക്ലബ്ബുണ്ട്, അല്ലേ? ഓരോ ക്ലബ്ബുകളുമുണ്ട്. ആ ക്ലബ്ബൊക്കെ എന്താണ്? പ്രത്യേക ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ്. റെഡി? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. ഈച്ച് ക്ലബ്ബ് ഫങ്ഷൻ വിത്ത് യുണീക്ക് ഒബ്ജക്റ്റീവ്സ്. ഓരോ ക്ലബ്ബുകളും ഓരോ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആൻ അസോസിയേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ട്രൈവിംഗ് ടു അച്ചീവ് സ്പെസിഫിക് എയിം. പ്രത്യേക ഉദ്ദേശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ജനങ്ങളുടെ കൂട്ടായ്മയാണെന്ത്? അസോസിയേഷൻ എന്ന് പറയുന്നത്, സംഘടന എന്ന് പറയുന്നത്. അസോസിയേഷൻ ആർ ഫോംഡ് വിത്ത് ദ എയിം ഓഫ് ഡെവലപ്പിംഗ് ദ ഇൻഡിവിജ്വൽസ് ടാലൻറ്റ് ഫോർ ദ കോമൺ ഗുഡ്. അസോസിയേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ, വ്യക്തിയുടെ ടാലൻറ്റ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്.
റെസിഡൻസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് അസോസിയേഷൻ. അതൊക്കെ അതിന് അസോസിയേഷനുകൾക്ക് ഉദാഹരണമാണ്. റെസിഡൻസ് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ ഒക്കെ അതിന് ഉദാഹരണമാണ്. Both community and association have an important role in molding and member of the society. കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അസോസിയേഷനും ഒക്കെ ഒരു സമൂഹത്തിലെ വ്യക്തികളെ മൗൾഡ് ചെയ്തെടുക്കുന്നതിൽ, അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അസോസിയേഷൻ്റെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? അസോസിയേഷൻ ഈസ് യൂഷ്വലി എ വാക്കിംഗ് ടുഗദർ ഓഫ് പീപ്പിൾ ടു അച്ചീവ് സം പർപ്പസ്. ചില ഉദ്ദേശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കൂട്ടമാകുന്നതിനെയാണ്, ജോയിൻ്റ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്? അസോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ലെറ്റ്സ് സ്പ്രെഡ് ദ ലൈറ്റ് ഓഫ് വെർച്യു, അല്ലേ? ചില പ്രകാശം പരത്തിയിട്ടുള്ള ആളുകളെ നമുക്ക് നോക്കാം. We have seen that the society is formed by the association of individuals. അല്ലേ? നമ്മൾ കണ്ടു എന്ത്? സമൂഹം രൂപീകരിക്കുന്നത് അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, ഈ വ്യക്തികളെല്ലാം കൂടെ കൂടിയിട്ടാണ് സമൂഹം ഉണ്ടാകുന്നത്. ഇൻഡിവിജ്വൽ ഹാവിങ് ഗുഡ് ക്വാളിറ്റീസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ പ്രത്യേക സ്വഭാവ ഗുണങ്ങളുള്ള, സവിശേഷതകളുള്ള വ്യക്തികൾക്ക് ആ സമൂഹത്തെ, ആ സൊസൈറ്റിയെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ലെറ്റ്സ് മീറ്റ് എ ഫ്യൂ സച്ച് ഇൻഡിവിജ്വൽസ് ഹു ഇൻഫ്ലുവൻസ്ഡ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയെ സ്വാധീനിച്ച ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വ്യക്തികളെല്ലാം കൂടെ കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തികളിലെ പ്രത്യേകമായ കഴിവും സ്വഭാവ വിശേഷണങ്ങളും പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾക്ക് ആ സൊസൈറ്റിയുടെ പരിണാമത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ നോക്കാം. ആരൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? രാജാറാം മോഹൻ റോയ്, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, അല്ലേ? ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇവരൊക്കെ സാമൂഹിക പരിഷ്കരണത്തിലും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും മതപരമായ പരിവർത്തനങ്ങളിലുമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലേ? താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരും എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എഴുതാൻ, അല്ലേ? ഇപ്പോൾ രാജാറാം മോഹൻ റോയ്, അദ്ദേഹം എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്? എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അൺടച്ചബിലിറ്റിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഫോർ ഫ്രീഡം, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ടേബിൾ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അത് വെച്ചിട്ട് നമുക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻഡിവിജ്വൽ ടേക്ക് പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി ഇൻ ഡൈവേഴ്സ് വേസ്. അതിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. എന്ത്? വ്യക്തികളെ, സമൂഹത്തെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. The creative involvement of individual bring about positive changes in family, neighborhood, educational institution and association. എന്താണ്? ക്രിയേറ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, അല്ലേ? വ്യക്തികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ കുടുംബത്തിലാണെങ്കിലും അയൽപക്കത്തിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും ഒക്കെ ക്രിയാത്മകമായ ഇടപെടലുകൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. An individual cannot exist without the society. സമൂഹമില്ലാതെ ഒരു വ്യക്തി നിലനിൽക്കുകയില്ല. ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ തന്നെയാണ് വ്യക്തികളില്ലാതെ സമൂഹവും നിലനിൽക്കുകയില്ല. ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ കോംപ്ലിമെൻ്ററി ടു ഇച്ച് അതർ. രണ്ടും പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റൊന്ന് നിലനിൽക്കുകയില്ല. വ്യക്തികളില്ലാതെ സമൂഹവും നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെയാണ് എന്ത്? സമൂഹമില്ലാതെ വ്യക്തികളും നിലനിൽക്കുകയില്ല. ഓക്കെ, ദെൻ സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ? അല്ലേ, നമ്മളൊക്കെ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താ പറയുക? മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുക. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നാണ് പറയുക, അല്ലേ? ലെറ്റ് us read about what is socialization. How does an individual become part of society? Have you observed infants? Are they able to eat, drink without the assistance from others? They recognize the members of their family after few months. അല്ലേ? How does an individual become part of society? ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത്? നിങ്ങളൊരു കുട്ടിയെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ആ കുട്ടി ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ വസ്ത്രം ധരിക്കാനോ ഒക്കെ പ്രാപ്തമാണോ?
മറ്റുള്ളവരുടെ സഹായം കൂടാതെ അതൊന്നും ചെയ്യാൻ അവരെ പ്രാപ്തമല്ല. ദേ റെക്കഗ്നൈസ് ദ മെമ്പേഴ്സ് ഓഫ് ദിയർ ഫാമിലി ആഫ്റ്റർ ഫ്യൂ മന്ത്സ്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അവർ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. ദ ചൈൽഡ് ഗ്രാജുവലി ലേൺസ് ടു സ്പീക്ക് ആൻഡ് വാക്ക്. കുട്ടി സാവധാനമാണ് സംസാരിക്കാനും നടക്കാനും ഒക്കെ പഠിക്കുന്നത്. ആസ് ദ ചൈൽഡ് ഗ്രോസ്, ഒരു കുട്ടി വളരുന്നതിനനുസരിച്ച് ഷീ സ്ലോവ്ലി റെക്കഗ്നൈസ് ആൻഡ് ഇൻറ്റേർണലൈസ് ദ ബിഹേവിയറൽ പാറ്റേൺ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. കുട്ടി വളരുന്നതിനനുസരിച്ചിട്ടാണ് സ്വഭാവ ഗുണങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നത്. സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എനേബിൾ ആൻ ഇൻഡിവിജ്വൽസ് ടു ലിവ് ഇൻ സൊസൈറ്റി. എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇസ് ദ പ്രോസസ്, ഒരു പ്രക്രിയയാണ്. എന്തിനുള്ളതാണ്? ദാറ്റ് എനേബിൾ ആൻ ഇൻഡിവിജ്വൽ, അതൊരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നു ടു ലിവ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിൽ ജീവിക്കുന്നതിന്. അപ്പോൾ ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിൽ ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുന്നതിന് പ്രാപ്തമാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? സോഷ്യലൈസേഷൻ. ഓക്കെ, ഇവിടെ ബോക്സിൽ കൊടുത്തിട്ട് എന്താണ്? സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ടു കൺഫോം ടു ദ നോംസ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഒരു കുട്ടി തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് സോഷ്യലൈസേഷൻ. ഓക്കെ, find the checklist given below and analyze your social relationship. താഴെ തന്നിരിക്കുന്ന ചെക്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ട് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യാം. നോക്കുക, ചെക്ക് ലിസ്റ്റ് നോക്കുക. യെസ് ഓർ നോ ടിക്ക് ഇടാനാണ് കേട്ടോ. ഫസ്റ്റ്, ഐ ലൈക്ക് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. യെസ് എന്നാണെങ്കിൽ യെസ്സിൽ ടിക്കിടുക, നോ എന്നാണെങ്കിൽ നോയിൽ ടിക്കിടുക. ഐ ഹാവ് ടു സ്പെൻഡ് ലെഷർ ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ ഒഴിവ് സമയം സുഹൃത്തുക്കളുടെ കൂടെയാണ് ചിലവഴിക്കുന്നത്. ഐ റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ബഹുമാനിക്കാറുണ്ട്. ഐ ലിസൺ ടു മൈ ഫ്രണ്ട്സ് പ്രോബ്ലം വിത്ത് കമ്പാഷൻ. ഞാൻ വളരെ കരുണയോട് കൂടി തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രശ്നത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ഐ ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ സോൾവിങ് ദ പ്രോബ്ലംസ് ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ താല്പര്യം കാണിക്കാറുണ്ട്. ഐ ഷെയർ മൈ പ്രോബ്ലംസ് വിത്ത് അതേഴ്സ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഐ ടോളറേറ്റ് ക്രിറ്റിസിസം. എന്നെ വിമർശിക്കുന്നതിനോട് ഞാൻ പൊരുത്തപ്പെടാറുണ്ട്. ഐ ലൈക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഞാൻ ഗ്രൂപ്പായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റീവ് ഒക്കേഷൻ. ഞാൻ ആഘോഷങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി തന്നെ പങ്കെടുക്കാറുണ്ട്. ഐ ലൈക്ക് ടു ടേക്ക് പാർട്ട് ഇൻ ആർട്ട് ആൻഡ് സ്പോർട്സ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂളിലെ ആർട്സിലും സ്പോർട്സിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ സോഷ്യലിസം എത്രത്തോളം എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ സോഷ്യലൈസേഷൻ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് യെസ് ആണ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൽ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എത്ര എണ്ണത്തിൽ ഞാൻ 10 ഇതുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും 10 മാർക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 100 കിട്ടും അല്ലേ. ഓരോന്നിനും 10 മാർക്ക് വെച്ച് കൊടുത്താൽ ടോട്ടൽ 100 കിട്ടും. എന്നിട്ട് നിങ്ങൾക്കുള്ള മാർക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക. അത്ര ശതമാനമാണ് നിങ്ങൾ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 എണ്ണത്തിലാണ് യെസ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 60% സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ did you complete the checklist? If your answer for each statement is yes, give 1 score for each. Examine the score and analyze your social relationship. എല്ലാത്തിനും സ്കോർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സാമൂഹിക ബന്ധത്തെ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ദെൻ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഏജൻറ്റുമാർ ഏതൊക്കെയാണ്? നമ്മളെ നല്ല സോഷ്യലൈസ്ഡ് ആക്കുന്നതിൽ, സമൂഹത്തിൽ കൃത്യമായിട്ട് ജീവിക്കാൻ, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഏജൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം, ഏതൊക്കെയാണ് ഏജൻറ്റുകളെ? ഫാമിലി ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, സ്കൂളുണ്ട്, മാസ് മീഡിയ ഉണ്ട് അല്ലേ. അതുപോലെ ഇനി അഡീഷണൽ പറയുകയാണെങ്കിൽ എന്തുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, റിലീജിയസ് ഗ്രൂപ്പ്സ് ഉണ്ട്, അങ്ങനെ കുറേ എണ്ണമുണ്ട് നമ്മളെ ഏജൻസീസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഒന്ന് ഫാമിലി. നമ്മളെ സോഷ്യലൈസ്ഡ് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഏജൻസിയാണെന്ത്, ഫാമിലി. കാരണം എന്താണ്,
നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ നമ്മുടെ ഫാമിലിയിലേക്കാണ്. ആദ്യം നമ്മൾ കാണുന്നത്, ആദ്യം നമ്മൾ ചിരിക്കുന്നത്, ആദ്യം നമ്മൾ സംസാരിക്കുന്നത്, ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരുന്നതൊക്കെ എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, വാട്ട് ഡു യു ലേൺ ഫ്രം യുവർ ഫാമിലി? എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡിസിപ്ലിൻ, അച്ചടക്കം പഠിച്ചിട്ടുണ്ട്. പങ്ക്ച്വാലിറ്റി പഠിച്ചിട്ടുണ്ട്. റെസ്പെക്റ്റ് ആൻഡ് ലവ് ഫോർ എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിച്ചിട്ടുണ്ട്. മാനേഴ്സ്, സോഷ്യൽ മാനേഴ്സ് നമ്മൾ അവിടുന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ അതുപോലെ ഡ്രസ് കോഡ് നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വി ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ് ഫ്രം അവർ പാരൻസ്. നമ്മൾ നല്ല ശീലങ്ങളും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളും ഒക്കെ പഠിച്ചത് നമ്മുടെ പാരൻസിൽ നിന്ന്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ഫാമിലി ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്? സമൂഹവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻ്റാണ് ഫാമിലി. ഇറ്റ് ഈസ് ദ പാരൻസ് ഹു ട്രാൻസാക്ട് ദ പ്രൈമറി ലെസൺ ഓഫ് സോഷ്യലൈസേഷൻ ടു ചൈൽഡ്. സാമൂഹികവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഒന്നാമത്തെ പാഠം നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? നമ്മുടെ പാരൻസാണ്. ഇറ്റ് ഈസ് ഫ്രം ദ ഫാമിലി ദാറ്റ് വി ലേൺ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഇവിൾ ആൻഡ് റൈറ്റ് ആൻഡ് റോങ് അല്ലേ? കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിച്ചത്? അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് എന്ത്? നല്ലതും ചീത്തയും എന്താണ്, ശരിയും തെറ്റും എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് നമ്മുടെ രക്ഷിതാക്കളിൽ അല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ അത് ചെയ്യരുതെന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കുട്ടിയാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ടാണ് നമ്മൾ എന്തൊക്കെയാണ് പാടില്ലാത്തത്, എന്തൊക്കെയാണ് പാടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ ഒരു പദസൂരൻ കൊടുത്തിട്ടുണ്ട്, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഫാമിലി ഇടാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പങ്ക്ച്വാലിറ്റി പഠിച്ചിട്ടുണ്ട്, റെസ്പെക്റ്റ് പഠിച്ചിട്ടുണ്ട്, ലവ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ട്, മാനേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ പദസൂരന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ദ നെക്സ്റ്റ് പിയർ ഗ്രൂപ്പ് ഓർ ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആണ് നമ്മുടെ രണ്ടാമത്തെ സോഷ്യലൈസേഷൻ്റെ ഭാഗം. എന്താണ്? While interacting with our friends, the peer group, we learn a lot of things. നമ്മുടെ സമപ്രായക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് ഇടപഴകുമ്പോൾ, അവരോടൊപ്പം കളിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? Our participation in sports and games instills cooperative spirit and group conscious. എന്താണ്? നമ്മൾ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് കോൺഷ്യസ്, ഒരു ഗ്രൂപ്പാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ തോൽവിയും ജയവും ഒക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് കളിക്കുമ്പോഴാണ് അല്ലേ? കളിക്കുമ്പോൾ ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല ഘട്ടങ്ങളിലും നമുക്ക് എന്തുണ്ടാകും? തോൽവിയും അതുപോലെ തന്നെ ജയവും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തോൽക്കുന്ന സമയത്ത് നമ്മൾ അധികം ഡിപ്രസ്ഡ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ജയിക്കുന്ന സമയത്ത് നമ്മൾ അധികം എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ മതിമറക്കാനും പാടില്ല. അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ, കളിക്കുമ്പോൾ അതിൽ നമുക്ക് ലഭിക്കുന്ന അറിവിലൂടെയാണ്. our friends play a major role in the formation of good manners and habit. നമുക്ക് നല്ല സ്വഭാവ രൂപീകരണത്തിലും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലും നമ്മുടെ സുഹൃത്തുക്കളെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയാറില്ലേ? നല്ല സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് നല്ലത് പഠിക്കും അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു പ്രോവർബ് എന്താണ്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അല്ലേ? നമ്മൾ സുഹൃത്തുക്കളൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നന്മ നമ്മളിലേക്കും എത്തിപ്പെടും. അപ്പോൾ നല്ല കുട്ടികളായിരിക്കാൻ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾ നല്ല സുഹൃത്തായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്? എല്ലാവരും നല്ല കുട്ടികളായിട്ട് മാറും. ഓക്കെ, ദ നെക്സ്റ്റ് സ്കൂൾ അല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സ്കൂൾ ഹെൽപ്പ് ഇൻ സോഷ്യലൈസേഷൻ. സ്കൂൾ ഏതെല്ലാം തരത്തിലാണ് സോഷ്യലൈസേഷനെ സഹായിക്കുന്നത്? ട്രെയിനിങ് സ്റ്റുഡൻറ്റ് ടു അബൈഡ് ബൈ റൂൾസ്. നിയമങ്ങൾ, റൂൾസ് അനുസരിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ് അല്ലേ?
പല നിയമങ്ങളും അനുസരിക്കാൻ അല്ലേ, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ. ആ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് അനുസരിക്കൽ നിർബന്ധമാണ് അല്ലേ. നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിനിങ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. സ്കൂളിൽ കുറേ നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ നമ്മളത് ശീലിക്കുകയാണ് അതനുസരിച്ച്. ദെൻ ഇമ്പാർട്ടിങ് നോളജ്, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു. ദെൻ ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ്, ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടുവരുന്നു. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻട്രാക്ട് വിത്ത് സ്റ്റുഡൻസ് ഹാവിങ് ഡൈവേഴ്സ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള കുട്ടികളുമായിട്ട് നമുക്ക് ഇടപഴകാൻ. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പശ്ചാത്തലമല്ല നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ, നമ്മൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതിലൂടെയാണ്? നമ്മൾ അത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വരുന്നുണ്ടാകും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികളുടെയും അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്, നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ സ്കൂളിൽ നിന്നാണ്. The knowledge, abilities and values are acquired from school enable us to be a responsible social being. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മൂല്യങ്ങളും അതുപോലെ തന്നെ അറിവുകളും ഒക്കെയാണ് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായി മാറാൻ നമ്മളെ സഹായിക്കുന്നത്. ദെൻ മാസ് മീഡിയ ഏതൊക്കെയാണെന്ന് നോക്കുക. ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, ടെലിവിഷൻ ചാനൽ, ഇതൊക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലെറ്റ് us read. The media influence our views, attitudes and way of life. നമ്മുടെ ജീവിത രീതി, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്ത്? മീഡിയ അല്ലേ. നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നത് മീഡിയയിലൂടെ നമ്മൾ കാണുന്ന പല ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പല കാഴ്ചപ്പാടുകളും രൂപീകരിക്കുന്നതിൽ സിനിമകൾ, സീരിയലുകൾ, അതിലുള്ള മറ്റ് പ്രോഗ്രാമുകൾ ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ ദേ ഹെൽപ്പ് ടു യുണൈറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ ടു സിംഗിൾ സൊസൈറ്റി. വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഒറ്റ സൊസൈറ്റി എന്നുള്ള രീതിയിൽ യുണൈറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിൽ മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ കേരളക്കാരാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിൽ മീഡിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡിസ്കസ് എ ന്യൂസ് ഐറ്റം ഓഫ് എ പ്രീവിയസ് വീക്ക് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് യു. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരു ന്യൂസ്, നിങ്ങളെ ഒരു ന്യൂസ്, ആ ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഹാവ് യു എവർ നോട്ടീസ്ഡ് ദാറ്റ് any of the agencies of socialization discussed above can also induce one to do undesirable things? എന്താണ് ചോദിച്ചത്? ഹാവ് യു എവർ നോട്ടീസ്ഡ്, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാറ്റ് എനി ഓഫ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, ഏതെങ്കിലും ഒരു സോഷ്യലൈസേഷൻ്റെ ഏജൻസി ഡിസ്കസ്ഡ് എബവ്, മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? മാസ് മീഡിയ, സ്കൂൾ, പിയർ ഗ്രൂപ്പ്, ഫാമിലി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു ഏജൻസി ക്യാൻ ഇൻഡ്യൂസ് വൺ ടു ഡു അൺഡിസൈറബിൾ തിങ്സ്, ഒരാൾക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നോക്കുക. ലെറ്റ് us see few examples. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഡിസ്ട്രോയ് പബ്ലിക് പ്രോപ്പർട്ടി. കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു പൊതുവസ്തു നശിപ്പിക്കുകയാണ് അല്ലേ. പൊതുവസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് കേടുവരുത്തുകയാണ്, അതല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ, സർക്കാർ ഇട്ടെടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ പൊട്ടിക്കുകയാണ്, അതല്ലെങ്കിൽ സ്കൂളിൻ്റെ ബെഞ്ച് കേടുവരുത്തുകയാണ്, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പബ്ലിക് പ്രോപ്പർട്ടി കുറച്ച് ആളുകൾ കൂടിയിട്ട് അത് നശിപ്പിക്കുകയാണ്. അത് നശിപ്പിക്കുന്നത് എന്താണ്? അൺഡിസൈറബിൾ തിങ്സ് ആണ് അല്ലേ. അത് ഡിസൈറബിൾ ആണോ? അല്ല, അൺഡിസൈറബിൾ ആണ്. ദെൻ മറ്റൊന്ന്, സം ഫ്രണ്ട്സ് ഇൻഡ്യൂസ് ബാഡ് ഹാബിറ്റ് ലൈക്ക് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ. ചില സുഹൃത്തുക്കൾ എന്താണ്, അവർ ആൽക്കഹോളിക് അഡിക്റ്റഡ് ആണ് അല്ലേ, ഡ്രഗ് അഡിക്റ്റഡ് ആണ്. അവർ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതെന്താണ്? അൺഡിസൈറബിൾ ആണ്. ദെൻ
അൺഹെൽത്തി യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ലീഡ്സ് ടു ഡീവിയൻ ബിഹേവിയർ. അല്ലേ, ഇൻ്റർനെറ്റിനെ അവർ അൺഹെൽത്തി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അഥവാ മോശപ്പെട്ട സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഇൻ്റർനെറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്? അൺഡിസൈറബിൾ തിങ്സ് ആണ്. ദെൻ സ്പെൻഡിങ് ടൈം എക്സസീവ്ലി ഇൻ ഫ്രണ്ട് ഓഫ് വിഷ്വൽ മീഡിയ റെസ്ട്രിക്റ്റ് സോഷ്യൽ റിലേഷൻഷിപ്പ്. കുറേ സമയം ടി വിക്ക് മുമ്പിൽ ഇരിക്കുകയാണ്, അവരാരും ശ്രദ്ധിക്കുന്നില്ല. സോഷ്യൽ റിലേഷൻഷിപ്പ്, അവരുടെ അപ്പുറത്തുള്ള വീട്ടിലുള്ള ആളുകളുമായിട്ട് അവർ സംസാരിക്കുന്നില്ല. അല്ലേ, ഉപ്പയെ നോക്കുന്നില്ല, ഉമ്മയെ നോക്കുന്നില്ല, അനിയത്തിമാരൊന്നും നോക്കുന്നില്ല. എപ്പോഴും എന്താണ്? സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിലാണ്. എപ്പോഴും ഒന്നെങ്കിൽ ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ, അതല്ലെങ്കിൽ സിനിമ സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സാമൂഹിക ബന്ധങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റുകളാണ്, അൺഡിസൈറബിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയും. ഹൗ വി ക്യാൻ ഓവർകം ദിസ് ടെൻഡൻസീസ് ടു സോഷ്യലൈസേഷൻ. ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടീഷനെ നമുക്ക് എങ്ങനെ സോഷ്യലൈസേഷനിലൂടെ ഓവർകം ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക. ഓക്കെ.